ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 6 ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്, ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതിൽ ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതായത് ചിലവർക്ക് പവർ ഉണ്ടെങ്കിലും ചിലപ്പോൾ തീരുമാനം എടുക്കാൻ അവർക്ക് വിസമ്മതം, അവർ പ്രോപ്പറായിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ചിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് മേക്കിംഗ് പ്രോസസ് ഓൾസോ. ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് 6 ഓക്കെ BPAC 131 യൂണിറ്റ് 6 ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആലോചിച്ച്, ബിഫോർ വി ടേക്ക് എ ഡിസിഷൻ, വളരെ ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. അതല്ലെങ്കിൽ ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ചിലപ്പോൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണമായി ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറച്ചു കാലം ഞാൻ പേര് പറയുന്നില്ല, കമ്പനിയുടെ പേരും പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേയും നോർത്ത് ഇന്ത്യയിലെ എസ്പെഷ്യലി ഹരിയാന ഒരു ഓട്ടോമൊബൈൽ വളരെ വലിയൊരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ലാൻഡ് കൊടുത്തു, ഹരിയാന ഗവൺമെൻറ്. അപ്പോൾ വലിയ കാർ മാനുഫാക്ചറിങ് കമ്പനിക്ക് അതിൽ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോവർ ലെവലുള്ള അനവധി ആളുകൾക്ക് കുറച്ചെങ്കിലും, നിങ്ങൾ 100 ആളെടുത്തൊരു 10 ആൾക്കെങ്കിലും ലോക്കൽ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് ലാൻഡ് ഗവൺമെന്റ് കൊടുത്തത്. അങ്ങനെ ഫാക്ടറി സെറ്റപ്പായി വളരെ, അതായത് മാനുഫാക്ചറിങ്ങളിലൊക്കെ അവർ വളരെ ടോപ്പ് ലെവലിൽ എത്തി. കമ്പനി വളരെയധികം പ്രോഫിറ്റിലായി. അതവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ബെനിഫിറ്റ് ഈ കമ്പനി കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, റിക്രൂട്ട്മെന്റ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിന്ന് അവർ ചെയ്തു. അതേമാതിരി എഞ്ചിനീയറിംഗ് കോളേജസ്, MBA ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ നിന്നൊക്കെ ആളുകളെ അവരെടുത്തു. ഈവൻ ലോവർ ലെവലിലുള്ള ആളുകളെയും പുറമേ നിന്നെടുത്തു. അപ്പോൾ അവിടെയുള്ള ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, അതായത് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് റിക്രൂട്ട്മെന്റ് HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓഫീസർ ആണല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് MOU, താഴെ ലെവലിലുള്ള കുറച്ച് പേരെങ്കിലും ലോക്കലായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതവര് ആഡിക്വേറ്റ് അറ്റൻഷൻ കൊടുത്തില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി, എവിടെ നിന്ന്? പുറമേ നിന്ന്. അത് വളരെ പ്രശ്നം ആയിട്ട് വാണിംഗ് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തു ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, എങ്കിലും അംഗീകരിച്ചില്ല. അപ്പോൾ ഫുൾ സ്വിങ്ങിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ അവരവരുടേതായ വിധത്തിൽ മാനേജ്മെന്റ് വർക്കറുടെ ആ ധാരണ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അതായത് എക്സീഡ് ചെയ്യാതെ അവരവരുടേതായ വിധത്തിൽ നടന്നു. അവസാനത്തെ ഞാൻ കൺക്ലൂഷനാണ് പറയുന്നത്. നിങ്ങൾ അറിയാലോ, കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന HR മാനേജറാണ്. HR മാനേജറെ ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അതെങ്ങനെയാണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല, മരണപ്പെട്ടു. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, വർക്കർമാര് അവർക്ക് വളരെയധികം ആംഗ്രി ആയിരുന്നു, അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവസാനം ഇതിന് ഉത്തരവാദിയായ ആളുകളെ അവര് വധിക്കുകയുണ്ടായത്. അപ്പോൾ അത് കമ്പനിയിൽ വളരെ അധികം മാറ്റങ്ങളും, കുറേ കാലം കമ്പനി അടയ്ക്കേണ്ടി വന്നു. അതേ പ്രകാരം വർക്കർമാർക്കും കുറച്ച് ലേ ഓഫായി. അങ്ങനെ പല പ്രശ്നങ്ങളും, പ്രൊഡക്ഷൻ സ്റ്റോപ്പായി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് പറയാനുള്ള കാരണം, HR മാനേജർ ഹാസ് ടു പ്ലേ. അദ്ദേഹം ഒരു HR മാനേജറെ വളരെയധികം സെൻസിറ്റീവ് പോസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് മാനേജ്മെന്റിൽ ടോപ്പ് ലെവലിലെ റൈറ്റ് അപ്രോച്ച് വേണം എന്നാണ് പറയുന്നത്. അത് തക്ക സമയത്ത് തക്ക ഡിസിഷൻ, അതനുസരിച്ച് മറുപടി, റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എടുക്കാൻ ഒരു മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ
സാധിക്കണം. അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റിക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് പല മോഡലുണ്ട് ഡിസിഷൻ്റെ. സൈമൺസ് ബൗണ്ടഡ്, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. സൈമൺ ബൗണ്ടഡ് റേഷണാലിറ്റി മോഡൽ ഉണ്ട്. പിന്നെ ലിൻഡ് ബ്ലൂംസ് ഇൻക്രിമെന്റൽ മോഡൽ ഉണ്ട്. എറ്റിസോണീസ് മിക്സഡ് സ്കാനിങ് മോഡൽ ഉണ്ട്. ഡ്രോസ് ഓപ്റ്റിമൽ മോഡൽ ഉണ്ട്. കൊഹെയ്ൻ, മാർച്ച് ആൻഡ് ഒസ്ലൻ ഗാർബേജ് ക്യാൻ മോഡൽ ഉണ്ട്. ഈ മോഡലിനെ പറ്റിയിട്ട് വിശദീകരിക്കാം പിന്നീട് കേട്ടോ. അത് അതിനുശേഷം ഒന്ന് പറയാനുള്ളത് പിന്നീട് വിശദീകരിക്കാം. ഈ ഡിസിഷൻ മേക്കിംഗ് ഈസ് കൺസിഡേർഡ്, അതായത് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് വളരെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ട കടമയാണ്. തിങ്ക് ബിഫോർ യു ആക്ട്. ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനുള്ള ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞത്, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഡിസിഷൻ ഈസ് ദ ആക്ട് ഓഫ് ഡിറ്റർമിനിങ് ഇൻ വൺ, അതായത് എന്താ ഡിസിഷൻ? ഒരാളുടെ മനസ്സിൽ ഉദിക്കുന്നതാണ്. ഓക്കെ, ഒരാളുടെ അഭിപ്രായമാണ്. അത് ചിലർ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ പേഴ്സണൽ ഒപ്പീനിയൻ കമ്പനിയിലെ നമുക്ക് മറ്റുള്ളവരോട് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. കളക്റ്റീവ് ഡിസിഷനാണ് കമ്പനിയിലെ അത്യാവശ്യം. ഓക്കെ, അതെയാണ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റൂ. കളക്റ്റീവ് ഡിസിഷൻ മാത്രമേ താഴെ ലെവലിലെ ആളുകൾക്ക് നമ്മളൊരു പോളിസി ഡിസിഷൻ എടുക്കണം വെച്ചാൽ സെൽഫിഷ് വേ നമുക്ക് പറ്റില്ല. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ഡിസിഷൻ ടേക്കിംഗ്. അപ്പൊ പേഴ്സണൽ ഡിസിഷനിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. പേഴ്സണൽ അത് അയാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ എല്ലാവരും കൂടി ഇപ്പൊ മന്ത്രിസഭ, ഇപ്പൊ നമ്മുടെ ലോകസഭ, നമ്മുടെ പാർലമെന്റ് ആയിക്കോട്ടെ, ക്യാബിനറ്റ് മിനിസ്റ്റർ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, അവരെടുക്കുന്ന കളക്റ്റീവ് ഡിസിഷൻസ് ഉണ്ട്. അത് ബൈൻഡിങ് ആണ്, എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. പോളിസി ഡിസിഷൻ അത് പിന്നെ നിയമമായിട്ട് വരും. നിയമമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അത് നമ്മളെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, മീനിങ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. പലരും പല അഭിപ്രായമാണ് ഡിസിഷൻ ടേക്കിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഡിഫറെന്റ് സ്കോളേഴ്സ്, പല വിദ്യാസമ്പന്നരായ ആളുകൾ ഇതിന്റെ ഡെഫിനിഷൻ പല വിധത്തിലാണ് പറഞ്ഞത്. അത് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ഇൻ ഡിഫറെന്റ് വേസ് ഇറ്റ് ഈസ് എ കളക്റ്റീവ് ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇൻ വിച്ച് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് പ്രോബ്ലം സോൾവിങ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഇതില് നമ്മുടെ ഒരു മാനേജർ ആയിക്കോട്ടെ, ടോപ്പ് ലെവൽ ആളുകളായിക്കോട്ടെ, പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് വേണ്ടത്. ഓരോരോ കമ്പനിക്ക് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. നമ്മളെ ഇതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ വേണം, അത് വേണം, ഇത് വേണം, എല്ലാം ഓരോരുത്തരുടെ ഇതുണ്ടല്ലോ. പക്ഷേ അപ്പോൾ അനവധി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും കമ്പനിയിൽ. ഒരു പ്രോബ്ലം ഇല്ലാത്ത കമ്പനി ഇല്ലല്ലോ, അപ്പോൾ ഗവൺമെന്റും ഇല്ലല്ലോ. അപ്പോൾ പ്രോബ്ലംസ് ഏത് വിധത്തിൽ സോൾവ് ചെയ്യുന്നു, അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതാണ് ഒരു ലീഡർക്ക് വേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. പ്രോബ്ലംസ് ഇന്നെവിറ്റബിൾ ആണ്, നമ്മളെ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കൂ, ലോകത്തിന്റെ കാര്യം തന്നെ നോക്കൂ, അതേമാതിരി സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കൂ. ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ പ്രോബ്ലംസ് ആണ്, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഡെമോക്രാറ്റിക് നേഷനാണ് നമ്മുടെ രാജ്യം. ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ആ ഇഷ്യൂസ് ഏത് വിധത്തിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ, എന്നിട്ട് നമുക്കറിയാം, അതായത് നമ്മുടെ നാഷണൽ ബഡ്ജറ്റ് നോക്കുക. നാഷണൽ ബഡ്ജറ്റ് അതൊരു പോളിസി മാറ്ററാണ്. നാഷണൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് ആ നാഷണൽ ബഡ്ജറ്റ് നോക്കൂ, നമ്മുടെ പാർലമെന്റിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു, പിന്നീട് പാർലമെന്റ് അപ്രൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റ് കൺസെന്റിന് വേണ്ടി പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പോകുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് അസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ കം ഇൻ ടു ഫോഴ്സ്. പിന്നെ അത് പോളിസി ഡിസിഷൻ ആയിട്ട് മാറുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത് സ്റ്റേറ്റിലും ബാധകമാണ്, യൂണിയൻ ടെറിട്ടറിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ ഹാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഹൃദയമാണ് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഡിസിഷൻ ടേക്കിംഗ്. ഇപ്പൊ നോക്കോളൂ, ഇപ്പൊ പറയുന്നത് ഡിജിറ്റൽ കറൻസി,
നമ്മുടെ ഗവൺമെൻറ് ഇന്നലെ പറയാണ്ടായി. അതേമാതിരി മറ്റുള്ള പല പല കാര്യങ്ങളും നോട്ടിൻ്റെ എന്തിൻ്റെയൊക്കെ അതെല്ലാം നമ്മുടെ ഓരോരോ അഡ്മിനിസ്ട്രേഷൻ്റെ ഹാർട്ടാണ്. അതേമാതിരി ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതാത് സമയത്ത് നമ്മൾ ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതേമാതിരി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ ഓവർടേക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തോടും കൂടി പറയാം. നമ്മുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിരുന്നു ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, ITI. അത് ദൂരവാണി നഗർ ബാംഗ്ലൂരിലാണ് സെറ്റപ്പ് ചെയ്തത്. അപ്പം നമ്മുടെ ടെലിഫോണും അതേമാതിരി പല പല ഇതും നമ്മുടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ചെയ്തിരുന്നു. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ടെലിഫോണും അവരാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ അതിന് ശേഷം അവരുടെ ടെക്നോളജി അവർ അപ്ഡേറ്റ് ചെയ്തില്ല, എക്യുപ്മെന്റ് അപ്ഡേറ്റ് ചെയ്തില്ല. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വന്നു, അവരുടെ ബിസിനസ് കീപ്പട്ടായി. അതുകൊണ്ട് ITI ഒരു പിന്നീട് ആൾമോസ്റ്റ് ഒരു മിനി രത്ന കമ്പനിയായി, അതുമാതിരി ഒരു സിക്ക് യൂണിറ്റ് ആയിട്ട് പരിണമിച്ചു. അപ്പോൾ ടെക്നോളജി മാറും തോറും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടോണം. വി ഹവ് ടു ആക്സെപ്റ്റ്. ദർ ഇസ് നോ, ഒരു റെസിസ്റ്റൻസ് പാടില്ല പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ. അതനുസരിച്ചുള്ള ഡിസിഷൻ അതാത് സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. കാരണം ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. പണ്ട് HMT, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, അവരുടെ മെഷീൻ ടൂൾസ് ഉണ്ടാക്കുന്നതിന് പുറമെ വാച്ച്, ക്ലോക്ക് ഉണ്ടാക്കിയിരുന്നു. അതേ വാച്ച്, അതേ അനലോഗ് വാച്ച്, അതേ കംപ്ലീറ്റ് ക്ലോക്ക് അതേമാതിരിയാണ് അനവധി വർഷം നമ്മൾ ഓടിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു പുരോഗതിയും അവർ റിസർച്ച് R&D ഉണ്ടായിരുന്നില്ല, റിസർച്ച് വർക്ക് ഉണ്ടായിരുന്നില്ല. ടൈറ്റാൻ വന്നു ബാംഗ്ലൂരിലെ അടുത്ത് ടാറ്റയുടെ, അവർ ഓവർടേക്ക് ചെയ്തു, നമ്പർ 1 ആയിട്ട് പരിണമിച്ചു. ITI, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി, HMT വളരെ ഡൗൺ ആയിട്ട് പോയി, മറ്റുള്ളവർ മുമ്പിലും. അതേമാതിരി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? അതാത് സമയത്ത് നമ്മൾ ഓരോരോ ഡിസിഷനോ അല്ലെങ്കിൽ ടെക്നോളജി ചേഞ്ചസോ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായി പരിണമിക്കും. അതാണ് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ശരി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓരോ ഡിസിഷൻ എടുക്കണം. അതാ സമയത്ത് പ്രോംപ്റ്റ് ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ. അതാണ് പറയുന്നത്. അപ്പോൾ അതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ് കേട്ടോ. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കോർ ആക്ഷനാണ് ഡിസിഷൻ ടേക്കിംഗ് ആൻഡ് വ്യൂ. ഓർഗനൈസേഷൻ പിന്നെ സ്ട്രക്ചറിൽ ഡിസിഷൻ എടുക്കാൻ ഓരോരുത്തരുണ്ട്. മുകളിൽ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, താഴെ ജനറൽ മാനേജർമാരുണ്ട്, സോണൽ മാനേജർമാരുണ്ട്, അതേമാതിരി പലരും റീജിയണൽ മാനേജേഴ്സ് ഉണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഡെലിഗേഷൻ ഓഫ് വർക്ക് ഉണ്ട്. അതാത് ഓഫീസേഴ്സ് അതായത് ഡിസിഷൻ എടുത്തോളണം. അവർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പവർ. അപ്പോൾ ഡിസിഷൻ ടേക്കിങ് ഓരോരോ ലെവലിൽ ഏതെല്ലാം പവർ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം അവരെടുക്കുന്ന ഡിസിഷൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു ബ്രാഞ്ച് മാനേജർ ആയിക്കോട്ടെ, ബാങ്കിൻ്റെ റീജിയണൽ മാനേജർ ആയിക്കോട്ടെ, ആരായിക്കോട്ടും അവരുടേതായ ഡിസിഷൻ അവരെടുക്കണം. എടുത്തിട്ടില്ലെങ്കിൽ വലിയ ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം അല്ലെങ്കിൽ അത് മയപ്പെട്ട് ഫോർവേഡ് ചെയ്യണം. അവർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. ഇവിടെ ഇതിനു മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ ഈ അഡ്മിനിസ്ട്രേഷനിൽ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾറെഡി ഞാൻ പറഞ്ഞത് സെൻറ്റർ ഓഫ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ഉണ്ട്. പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രോഗ്രാംഡ് ഡിസിഷൻ പറഞ്ഞാൽ ആൾറെഡി നമ്മുടെ ഉള്ള ഓരോരോ ഇത് മറ്റേ റിപ്പീറ്റേറ്റീവ് ആൾറെഡി പോളിസി ഉണ്ട്, നമ്മളത് റിപ്പീറ്റേറ്റീവ് ചെയ്തിട്ട് പോകുന്നതാണ് പ്രോഗ്രാം ഡിസിഷൻ. അപ്പോൾ അതായത് നമ്മുടെ ഓരോരോ പോളിസി ഡിസിഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറമെ പിന്നെ റൂട്ടീൻ മാറ്റർ ആയിരിക്കും. അതേമാതിരി സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. പിന്നെ ഓപ്പറേഷൻ മാനുവൽസ് ഉണ്ടായിരിക്കും. പിന്നെ സിസ്റ്റം അനാലിസിസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇത് അതായത് സ്റ്റീരിയോ ടൈപ്പ്, ട്രഡീഷണൽ വേ, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ പോളിസി ഇതൊക്കെ. പക്ഷേ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണത്. അതായത് ഇംപ്ലിമെന്റിങ് ദ ഹാബിറ്റ്, നിങ്ങളുടെ ഹാബിറ്റ് അനുസരിച്ച് നിങ്ങൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് അതനുസരിച്ച്. ആളുകൾ പല വിധത്തിലാണ്. ഓട്ടോക്രാറ്റിക് ഡിസിഷൻ ടേക്കിംഗ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഡിസിഷൻ ടേക്കിംഗ് ഉണ്ട്, അതേമാതിരി ചില സമയത്ത് ലിബറൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതായത് ഒരു ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട് ചില സമയത്ത്. പിന്നെ ദിസ് ജഡ്ജ്മെന്റ്, ഓക്കെ, അതേമാതിരി ഇൻറ്റ്യൂഷൻ,
ആൻഡ് ക്രിയേറ്റിവിറ്റി. ചിലവർ ഡിസിഷൻ ടേക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റിവിറ്റി വേണം. അതായത് ആ സമയത്ത് എന്തു വേണോ അത് അവരുടേതായ കോൺഷ്യസിന് അക്കോർഡിംഗ് ടു ദെയർ ദിസ് തിങ് ഹൗ ബെസ്റ്റ് വി ക്യാൻ ഡു, അത്തരത്തിലുള്ള ഡിസിഷൻ ട്രഡീഷണൽ വേ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ഓൾസോ. നോ വൺ മോർ തിങ്, എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ MBA ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ആയിക്കോട്ടെ, അവർ അവരുടേതായ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് എക്സിസ്റ്റിംഗ് നോളേജ് വിച്ച് ദേ ആർ ഹാവിങ്, അവരുടെ ഇപ്പോഴത്തെ നോളേജ് ഫ്യൂച്ചറിലെ ഇതിൻ്റെ ചാലഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ്. അത് ദർ ഇസ് എ ഗ്യാപ്പ്. അപ്പോൾ അവർക്ക് വളരെ നല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉണ്ടായേക്കാം, പക്ഷേ ഫ്യൂച്ചർ ചാലഞ്ചസ് വളരെ വളരെ അൺപ്രീസിഡൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ് അവർക്ക് അത്യാവശ്യമാണ്. ട്രെയിനിങ് എന്താണ്? മാനേജർക്ക് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നേരെ മറിച്ച് ട്രെയിനിങ് സെന്ററിലായിരിക്കില്ല മിക്കവാറും. സീനിയർ ലെവൽ മാനേജേഴ്സിനെ അവർ പുറത്തേക്ക് അയച്ച് വലിയ വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേമാതിരിയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടാണ് അവർക്ക് ട്രെയിനിങ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഇതൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി IAS ഓഫീസർക്ക് ഈ മുസോറി, അതേമാതിരി മറ്റുള്ള പല സ്ഥലങ്ങളിലും ആണ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഐ ഹാവ് ഗോട്ട് ആൾ ടൈപ്പ് ഓഫ് നോളേജ്, എനിക്ക് എല്ലാം അറിയാം എന്ന് പറയാൻ പറ്റില്ല. കാരണം റീഫ്രഷ് ചെയ്യണം. ടെക്നോളജി മാറുന്നു, ഓരോരോ നമ്മുടെ ഓരോരോ ഏത് വിധത്തിലാണോ പ്രവർത്തന രീതി അതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോളിസി ഡിസിഷൻ. അപ്പോൾ ആ സമയത്ത് അത് പരിജ്ഞാനമാണ്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പോൾ മാനേജർമാർക്ക് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, മറ്റുള്ളവർക്ക് ട്രെയിനിങ് അത്യാവശ്യമാണ്. പിന്നെ ജോയിൻ ചെയ്തു, ജോലി ചെയ്തു, അതൊക്കെ വാസം തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്യണം അവരുടെ മെമ്മറി വളരെ റീഫ്രഷ്. അതാണ് റീഫ്രഷർ കോഴ്സ്, അതായത് അപ്ഡേറ്റിംഗ് ദെയർ നോളേജ്. അത് വളരെ അത്യാവശ്യമാണ്. സോ ദാറ്റ് അവരുടെ ഡെവലപ്മെന്റ് വിൽ ടേക്ക് പ്ലേസ്. ആൻഡ് അതേമാതിരി ഡെവലപ്മെന്റ് വരും. അത് മാത്രമല്ല ഫ്യൂച്ചറിൽ വലിയ പോസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് സാധിക്കും. ഇല്ലെങ്കിൽ പല ചാലഞ്ചസും വരും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഫൈനാൻസ് മാറ്റർ ആയിക്കോട്ടെ, മാർക്കറ്റ്, ഇതൊക്കെ അല്ലേ വളരെയധികം സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മോഡേൺ ടൈപ്പ് ഓഫ് ഡിസിഷൻ. മോഡേണിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലയിൽ? കാരണം നിങ്ങൾക്കറിയാലോ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെ ഡിസിഷൻ എടുക്കുക? ഒന്ന്, അത് നമ്മളെ ഓപ്പറേഷൻ റിസർച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഡെവലപ്പിംഗ് മാത്തമാറ്റിക്കൽ മോഡൽസ്, പല പല കാര്യങ്ങളും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത് വേണം. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഭയങ്കര കോമ്പറ്റീഷനാണ് എല്ലാ സെക്ടറിലും. ഏത് സെക്ടറും വരുന്നത്, എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ ഓർ കമ്പ്യൂട്ടർ, ദിസ് തിങ് ഓർ വാട്ട് എവർ ഇസ് ദർ, എവറി കോമ്പറ്റീഷൻ എക്സിസ്റ്റ്. അപ്പോൾ അത് നമ്മളെ വളരെ ഇതില്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കമ്പനി നമ്മുടെ മാർക്കറ്റ് പിടിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ electronic data processing, EDP, electronic data processing. So work has become very, very easy nowadays because of the modern technology and computerization of ഇത്. അപ്പോൾ അതുകൊണ്ട് EDP, that also I just told. Now, training, ഡിസിഷൻ ടേക്കിങ്ങിന് നെഗോഷിയേഷൻ സ്കിൽ, ട്രെയിനിങ്ങിൻ്റെ ഇതിനെപ്പറ്റി പല പല വിധത്തിലുള്ള ട്രെയിനിങ് ഉണ്ട്. നെഗോഷിയേഷൻ സ്കിൽ, അതേമാതിരി ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്, അതായത് എക്സിക്യൂട്ടീവ്സിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ട്രെയിനിങ് ഒന്നാണ്, ഡെവലപ്മെന്റ് വേറൊന്നാണ്, എഡ്യൂക്കേഷൻ വേറൊന്നാണ്. ട്രെയിനിങ് പറഞ്ഞാൽ ഓൺ ദ ജോബാണ്, ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. അത് കഴിഞ്ഞാൽ ലേണിംഗ്, ഓഫ് കോഴ്സ് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നമ്മുടെ ജീവിത അവസാനം വരെ ഉള്ള ഇതാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ ടൈപ്പ് ഓഫ് ഡിസിഷൻ പറയുന്നത്, ട്രഡീഷണലിലും മോഡേണിലും പ്രോഗ്രാംഡ്. പിന്നെ വേറൊന്ന്, ഈ നോൺ പ്രോഗ്രാംഡ് എന്തൊക്കെയാണ്? നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ, അത് നോൺ റൂട്ടിൻ അല്ലാത്തത്, റൂട്ടിൻ അല്ലാത്ത ഇത്. പിന്നെ ഇൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത്, അതായത് ഫോർമൽ സ്ട്രക്ചർ, ഇൻഫോർമൽ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്തതാണ്. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ഫ്യൂച്ചറാണ് പല കാര്യങ്ങളിലും. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാത് സമയത്ത് അതാത് വിധത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും പുതിയ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടേക്ക് ദി എക്സാമ്പിൾ കോവിഡ്, പണ്ട് അറിയുമായിരുന്നില്ല, ഇപ്പോഴല്ലേ കോവിഡ്, അത് കഴിഞ്ഞപ്പോൾ വേറെന്തായി.
അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ്, ഓരോരോ വിധത്തിലുള്ള പല വിധത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ച്, ഇതൊക്കെ ചില സമയത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റില്ല. അതാത് സമയത്തിന് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനെ ഡിസിഷൻ എടുക്കുക. പിന്നെ ഓക്കെ, പിന്നെ അനദർ തിങ് ഈസ് ഓപ്പറേഷണൽ റിസർച്ച്, സിസ്റ്റം അനാലിസിസ്. ഇതൊക്കെയാണ് പുതിയ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഒന്ന്, ഇപ്പോൾ ഓപ്പറേഷൻ റിസർച്ച്, ഏത് വിധത്തിൽ റിസർച്ച് ബെസ്റ്റ് വി ക്യാൻ ഡു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുക. നോക്കൂ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൾവേസ് നല്ലതാണ്. പക്ഷേ നമ്മുടെ കോർപ്പറേറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമ്മൾ റിസർച്ചിന് നമ്മൾ ചെലവാക്കുന്ന പൈസ തുച്ഛമാണ്, വളരെ കുറച്ച് പെർസെൻ്റാണ്. അത് പോരാ. അപ്പം റിസർച്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ പുതിയ പലതും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പല ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് വിൽ ടേക്ക് പ്ലേസ്. നമ്മൾ പല പുതിയ എക്യുപ്മെൻ്റ് വേണ്ടി വരും, അതിനുള്ള ക്വാളിഫൈഡ് ആളുകൾ വേണ്ടി വരും. അങ്ങനെ കമ്പനിക്ക് പലതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ നമ്പർ. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ്. അത് അറിയാലോ, ഓർഗനൈസേഷൻ്റെ ചില ഡിസിഷൻ, ഓർഗനൈസേഷന് വേണ്ടി ചില ഡിസിഷൻ. ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓർഗനൈസേഷൻ ഈസ് സുപ്രീം, നോട്ട് എ പേഴ്സൺ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനല്ലെങ്കിൽ കമ്പനി ഓടില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ അല്ലെങ്കിൽ ഇഫ് ഐ ആം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അതേമാതിരി ഒരാൾ മരിച്ചാൽ ഇനി എന്ത് ചെയ്യും ഇന്ത്യയിൽ? അങ്ങനെയൊന്നുമില്ല, ഒരാളെങ്കിൽ മറ്റേ. അപ്പം അതുകൊണ്ട് ഓർഗനൈസേഷനിലെ ജനങ്ങൾ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആളുകൾ ഉണ്ടെങ്കിലല്ലേ ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷേ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പേഴ്സൺ. അപ്പോ ഓർഗനൈസേഷൻ ഈസ് സുപ്രീം ദാൻ ഇൻഡിവിജ്വൽ. നമ്പർ 1. ഓർഗനൈസേഷണൽ ഡിസിഷൻ ഉണ്ട്, പേഴ്സണൽ ഡിസിഷൻസ് ഉണ്ട്. പിന്നെ ജനറിക് പറഞ്ഞാൽ അതായത് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതാണ് ജനറിക് കേട്ടോ. പൊതുവായിട്ടുള്ള ജനറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ യുനിക് പറഞ്ഞാൽ അതുല്യമായ ഇതാണ്. പിന്നെ റൂട്ടിൻ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന തന്ത്രപരമായ ഡിസിഷൻസ്. പിന്നെ പോളിസി ഇൻ ഓപ്പറേറ്റിംഗ് ഡിസിഷൻ, ഏത് വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിൻ്റെതായ ചില ഡിസിഷൻ. ഓപ്പറേറ്റിങ്ങിൽ ഓരോരോ ഡിസിഷൻ ഉണ്ട്. ചിലപ്പോൾ അത് വേണം, ഇത് വേണം, അത് കഴിഞ്ഞാൽ ഇത് വേണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പറേഷൻസ് ഉണ്ട്. അതിനുള്ള ഡിസിഷൻ ഇപ്പോൾ നമ്മുടെ ഫോർമാൻ ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിട്ട് അതെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, the nature of an organization is determined by the kinds of decision. ശ്രദ്ധിക്കുക, അതായത് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം അത് ഏത് വിധത്തിൽ അവിടുത്തെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്നു ഓരോരോ കാര്യത്തിൽ. ഓക്കെ, ആൻഡ് ദിസ് അപ്ലൈസ് ടു എ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആസ് വെൽ. ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ അതെ ഇത് പ്രാധാന്യമാണ്. അടുത്തത്, പിന്നെ വൺ ഇൻഡിവിജ്വൽ മേ പ്രൊനൗൺസ് ദ ഡിസിഷൻ ബട്ട് മേ കോൺട്രിബ്യൂട്ട് ടു ദി പ്രോസസ് ഓഫ് റീച്ചിങ്. അപ്പോൾ ഒരു പൊതുവെ ഒരാൾക്ക് ഡിസിഷൻ എടുക്കുക, പക്ഷെ അത് മറ്റുള്ളവരൊക്കെ അത് ബാധകമായിട്ട് വരില്ല ചില സമയത്ത്. പക്ഷേ ഇഫ് യു ആർ ടേക്കിംഗ് എ കോമൺ ഡിസിഷൻ ദെൻ ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ടു മറ്റുള്ളവർക്കും അത് ബാധകമായിട്ട് പരിഗണിക്കും. അപ്പോൾ കലക്റ്റീവ് ഒരു, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പോളിസി എന്ന് വെച്ചാൽ എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണ്. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ക്യാബിനറ്റോ അല്ലെങ്കിൽ പാർലമെന്റോ അല്ലെങ്കിൽ അസംബ്ലി എടുക്കുന്ന ഡിസിഷനാണ്. അത് മറ്റുള്ളവർക്കും ബൈൻഡിങ് ആണ്. ഓക്കെ, നോ ദെൻ അക്കോർഡിംഗ് ടു സപ്രു, അതായത് 2017 പോളിസി മേക്കിംഗ് ഡസ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ്. പോളിസി പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. പോളിസി, ഓരോരോ പോളിസീസ് ഉണ്ടാവും, പക്ഷെ അത് ഡിസിഷൻ എടുക്കാതില്ല. ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ പല പോളിസി അങ്ങനെ അവിടെ വെക്കും, പക്ഷെ ഡിസിഷൻ എടുക്കില്ല. ഡിസിഷൻ എടുക്കണം. അപ്പോൾ പിന്നെ ബട്ട് എ ഡിസിഷൻ ഡസ് നോട്ട് നെസസറി കോൺസ്റ്റിറ്റ്യൂട്ടബിൾ. പക്ഷെ ഡിസിഷൻ എന്നത് പറയുന്നത് ഒരു പോളിസി അല്ല. പോളിസി എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കണം. ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു, അതായത് ഡിസിഷൻ ഡസ് നോട്ട് നെസസറിലി കോൺസ്റ്റിറ്റ്യൂട്ട് എ പോളിസി. ഡിസിഷൻ എടുക്കുന്നത് ഒരു പോളിസി ആയിട്ട് പരിണമിക്കില്ല. അതാ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അതാ സാഹചര്യത്തിനനുസരിച്ചിട്ട്. അങ്ങനെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, നോൺ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എഗെയിൻ ഞാൻ പറഞ്ഞു. സ്ട്രാറ്റജിക് ഡിസിഷൻ എപ്പോഴും, സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ, ഗവൺമെന്റിന്റെ വളരെ സ്ട്രാറ്റജി. ഇപ്പൊ നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി പണ്ട് നമ്മുടെ ഈ ഇതിന്റെ നോട്ടിന്റെ ഇതിന്റെ അതൊക്കെ അവർ ഗവൺമെന്റ് വളരെ ടോപ്പ് ലെവലിൽ എടുക്കേണ്ട ഡിസിഷൻസ് ആണ് അതൊക്കെ.
അതേമാതിരി നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഒക്കെ ഈ അതേമാതിരി കമ്പനിയുടെ CEO ആയിരിക്കും ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കുന്ന ആ കമ്പനിയെ പറ്റിയിട്ട്, മെർജർ അതേമാതിരിയുള്ള. ഇപ്പൊ നോക്കൂ, LIC അത് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്ന അത് ഇന്നലെ ബഡ്ജറ്റിലാണ്, അതായത് പാർലമെന്റിലാണ് അത് ചെയ്യുന്നത്. പാർലമെന്റ് അപ്രൂവ് ചെയ്തതിന് പിന്നെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം, അത് പിന്നെ നോ ഡിസിഷൻ, ദാറ്റ് ഇസ് ഇറ്റ് ഹാസ് ബിക്കം എ പോളിസി നോ. അത് കഴിഞ്ഞിട്ട് ഈ ഡിസിഷൻ മേക്കിംഗ്, അപ്പൊ ഞാൻ പറഞ്ഞു പോളിസി ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ ആളുകളല്ല, താഴെ ലെവലിലുള്ള ആളുകളല്ല. അപ്പോ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അതേമാതിരി എന്താണ് പ്രശ്നം എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ടെൻറ്റേറ്റീവ് ഡിസിഷൻ എടുക്കാൻ അറിയണം. ആ ഡിസിഷൻ നമ്മൾ എവാലുവേറ്റ് ചെയ്യണം. ഒരാൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് അതിനെപ്പറ്റി ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ട് എന്ന് എവാലുവേറ്റ് ചെയ്യണം. പുട്ട് ഇറ്റ് ഇൻ ടു എഫക്റ്റ്. ശരിയാണ് എങ്കിൽ അത് വളരെയധികം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാത്രമല്ല ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഇൻ ദി ലൈറ്റ് ഓഫ് റിസൾട്ട്സ് ഒബ്ടൈൻഡ്. ഓക്കെ, ഇവിടെ ലിൻഡിൽ ബോംസ് ഇതിൽ വരുന്നുണ്ട്, ഒരു ലിൻഡിൽ ബ്ലോംസ് ഇൻക്രിമെന്റ് മോഡൽ. Observe that the past activities and experience are used by the, അതായത് പണ്ടത്തെ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളേജും ഇത് നിങ്ങളെ ഏത് വിധത്തിൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ നിങ്ങളെ പ്രചോദനം ചെയ്യുന്നു. അതാണ് ഇത്, ഈ ഇൻക്രിമെന്റൽ മോഡൽ. ഓക്കെ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിംഗ് മോഡലാണത്. സോ ചില സമയത്ത് അൺസർട്ടനിറ്റി ഉണ്ട് എബൌട്ട് ദ കോൺസിക്വൻസ്. ചില സമയത്ത് ഓരോരോ കോൺസിക്വൻസ് ഇത് എടുത്താൽ നാളെ എന്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നാളെ ഇന്നത് വരും പറഞ്ഞിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതായി അൺസർട്ടനിറ്റി, യെസ് ഐ ആൾറെഡി ടോൾഡ്. ഓക്കെ, ദെൻ ഹ്യൂമൻ ബീയിങ്സ് റയർലി ആക്ട് ടു മാക്സിമൈസ് all their values and they act to satisfy. എല്ലാവരും അവനവൻ്റെ കാര്യം, ചില കാര്യങ്ങളിൽ മാത്രം വളരെ ആക്റ്റീവാണ്. അപ്പോൾ പക്ഷേ ചിലതിൽ തൃപ്തിയാണ്, ചിലത് തൃപ്തിയല്ല, ചിലതിൽ വളരെയധികം ഹാപ്പിയാണ്. അപ്പം ഒരാൾക്ക് ഹാപ്പി ആയിരിക്കും, മറ്റൊരാൾക്ക് മോശമായിട്ട് തോന്നും, മറ്റുള്ള മോശം ഇയാൾക്ക് ഹാപ്പി ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഡിസിഷൻ ടേക്കിങ്ങിന് ചിലവർ ഹാപ്പി ആയിരിക്കും, ചിലവർ ഹാപ്പി ആവില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിരിക്കും. ഇനി എട്ടിസോൺസ് മിക്സഡ് സ്കാനിങ് മോഡൽ. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ റെഡ്യൂസസ് ദി അൺറിയലിസ്റ്റിക് ആസ്പെക്ട് റേഷണലിസം ബൈ ലിമിറ്റിംഗ് ദ ഡീറ്റെയിൽസ് റിക്വയർഡ് ഓൺ ഫണ്ടമെന്റൽ, അടിസ്ഥാനപരമായ ഡിസിഷൻ. പിന്നെ അത് നമ്മുടെ ഡിഫിക്കൽട്ടി, ഓരോരോ കൺസർവേഷൻ, അതായത് ഇൻക്രിമെന്റലിസം ബൈ എക്സ്പ്ലോറിംഗ് ലോങ്, ഓരോരോ ആൾട്ടർനേറ്റീവ്സിന് കണ്ടുപിടിക്കുക. ഏതാണ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്? അതാണ് ഈ എറ്റിസോണി പറയുന്നത്. ഒരു പ്രോബ്ലം വരുമ്പോൾ ബെസ്റ്റ് സൊല്യൂഷൻ അതാണ്. നെക്സ്റ്റ്, അതായത് പല 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 ഇത് നമ്മുടെ ബ്രെയിനിൽ വരും, അതിൽ നല്ലത് സെലക്ട് ചെയ്യത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രോസ് ഓപ്റ്റിമൽ മോഡൽ. ഓപ്റ്റിമൽ മോഡൽ ഈസ് എ superior model to all the other existing model, which is a combination of economically rational model and extra rational models. അതായത് ഇത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അപ്പൊ അതിൽ പലരും, ഒരാൾ പറഞ്ഞത് ചില സമയത്ത് മറ്റുള്ളവർ അംഗീകരിക്കില്ല, പക്ഷെ എങ്കിലും അയാളുടെ അഭിപ്രായം ഇതാണ്. ഓരോരോ മോഡല് ചിലത് സുപ്പീരിയർ ആണ്, ചിലത് ഇൻഫീരിയർ ആണ്, അയാൾ പറഞ്ഞത് ഇത് ശരിയല്ല. ഇങ്ങനെയുള്ള ചില ഡിസിഷൻ ടേക്കിനെ പറ്റിയിട്ട് ഇതാണ്. ഓൺലി തിങ് ബെസ്റ്റ് ഡിസിഷൻ വി ടു ടേക്ക് ആൾവേസ് ബൈ അപ്ലൈയിങ് അവർ മൈൻഡ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ ദ ജനറൽ പബ്ലിക്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില മോഡലും അതേമാതിരി ഡിസിഷൻ എടുക്കണമെന്നേ പറയുന്നുള്ളൂ. അടുത്തത് കൊഹൻ, മാർച്ച് ആൻഡ് ഓൾസ്. ഓക്കെ, ഗാർബേജ് ക്യാൻ മോഡൽ. അതായത് ഓർഗനൈസേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ്. ഇപ്പം ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ചോയ്സസ് ആണ്. ഓർഗനൈസേഷൻ പല ചോയ്സ് ഉണ്ടല്ലോ, അത് വേണം. ചിലപ്പോൾ നമുക്ക് ഇതിന്ന് വേറൊരു ആക്ടിവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, പല കാര്യങ്ങളുണ്ടാവില്ല. അതാണ്. പക്ഷേ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലുക്കിംഗ് ഫോർ എ പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ഇഷ്യൂസ് ആൻഡ് പിന്നെ ഫീലിങ്സ്, ലുക്കിംഗ് ഫോർ ദ ഡിസിഷൻ സിറ്റുവേഷൻ. ഓരോരോ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കണം. ചിലപ്പോഴേ ഓരോരോ എങ്ങനെയാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്, അതിൻ്റെ ഓരോ സാഹചര്യത്തിലാണ് ഓരോരോ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ, എന്തെങ്കിലും ഓരോരോ സാഹചര്യം മനസ്സിലാക്കി ഓരോരോ ഡിസിഷൻ എടുക്കണം. അതല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് ലോങ് ടേം ബേസിസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു യുദ്ധമാണെന്ന് വിചാരിക്കുക, വാർ, അവിടെ ആർമി വേണോ, നേവി വേണോ, എയർഫോഴ്സ് വേണോ എന്ന് ഗവൺമെന്റിൽ തീരുമാനിക്കാൻ. അപ്പോൾ നമ്മളെ ഹിമാചൽ പ്രദേശിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റുള്ള അതേമാതിരി മൗണ്ടൻ ഏരിയയിൽ
നേവി പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ റൈറ്റ് ഡിസിഷൻ ആരാണ് അവിടെ വേണ്ട? ആർമി. അപ്പൊ ആർമി അവിടെ ഡിപ്ലോയ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഓരോ അപ്പൊ നമുക്ക് ആവശ്യമായ വിധത്തിലുള്ള ഡിസിഷൻ ടേക്കിങ്ങിനെ പറ്റിയാണ്. അപ്പൊ ഗാർബേജ് ക്യാൻ മോഡൽ എന്ന് പറഞ്ഞാൽ കേട്ടോളൂ, ഗാർബേജ് ഒരു ഇത് അറിയാലോ എന്താ ഗാർബേജ് എന്ന് പറഞ്ഞാൽ. അതില് ഒരു ഗവൺമെന്റ് ആയാലും ശരി അനവധി പ്രോബ്ലംസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ നോക്കിക്കോളൂ, ഇന്നലെ നമ്മുടെ നാഷണൽ ബഡ്ജറ്റിൽ അനവധി ഇഷ്യൂസ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പോവർട്ടിയെ കാര്യപ്പെട്ട്, അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ പല പല വെൽഫെയർ സ്കീംസ് ഒക്കെ അനൗൺസ് ചെയ്തു. അപ്പോൾ അനവധി ഇഷ്യൂസ് നമ്മുടെ നേഷനും ജനങ്ങളും അതേമാതിരി സ്റ്റേറ്റും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തെല്ലാമാണ് എന്ന് നോക്കൂ. എങ്ങനെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കണം അറിയാമോ? ഓരോരോ ഏരിയയും എവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ത്രൂ ബഡ്ജറ്റിലൂടെ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ പലവരോടും കൺസൾട്ട് ചെയ്താണ് ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, ഓട്ടോമൊബൈൽ, ഓരോ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നോക്കി അവരുടെ ഓരോ പ്രോബ്ലംസും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടതിന് ശേഷമാണ് ഈ ബഡ്ജറ്റിൽ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ പ്രോബ്ലംസ്, പിന്നെ അതിന്റെ സൊല്യൂഷൻ എന്താണ്, അതാണ് ഇന്നലെ ബഡ്ജറ്റിൽ റിഫ്ലക്ട് ചെയ്തത്. ആദ്യം പ്രശ്നങ്ങൾ, അതിന്റെ സൊല്യൂഷൻ. ഇതേ വിധത്തിലാണ് വെച്ചാൽ നമ്മൾ ഇത്ര വീടില്ലാത്തവർക്ക് വീട് വെക്കും, അത് സൊല്യൂഷൻ അല്ലേ? പ്രോബ്ലം വീടില്ല, വീട് വെക്കും, അപ്പൊ അത് സൊല്യൂഷൻ അല്ലേ? അങ്ങനെ പല 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 നല്ല കാര്യങ്ങളും ഗവൺമെന്റും പല ഇതും നമ്മുടെ കാണാം, ഓരോരോ വിധത്തിലുള്ള ഡിസിഷൻ. അതൊക്കെ ഡിസിഷൻ ടേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ പക്ഷെ ഓർമ്മിക്കണേ, ഇത് ടെമ്പററി ആണ്. ഇത് നമ്മുടെ ഇന്നലത്തെ ഇത്. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ നടക്കും. അത് കഴിഞ്ഞ് പറയേണ്ട 200ഓളം ട്രെയിന്, ഫാസ്റ്റ് ട്രെയിന്, അത് അപ്പൊ ചില സമയത്ത് അത് ആൾട്രേഷൻ വരും. ചില സമയത്ത് കാരണം അത്ര പോരാ, അല്ലെങ്കിൽ കുറച്ച് കൂടിയും വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആൾട്രേഷൻ. അതാണ് അമെൻഡ്മെന്റ്. ബഡ്ജറ്റിൽ പല പല ഡിസ്കഷന് ശേഷം ചിലപ്പോൾ ആൾട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോഴും അതൊരു ഡിസിഷൻ ടേക്കിംഗ് ആണ്. പക്ഷേ വെൻ എവറിത്തിങ് ഈസ് പാസ് ഇൻ ദ പാർലമെന്റ്, രാജ്യസഭ, ലോകസഭ, അതിനുശേഷം നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അസന്റിന് പോകണം. അത് ബഡ്ജറ്റായിട്ട് അവതരിക്കുന്നു. 1 കൊല്ലത്തിന് ബാധകമാണ്. പിന്നെ മാറ്റങ്ങൾ വരില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ദ ഡിസിഷൻ ടേക്കിംഗ്. ഈ ബഡ്ജറ്റ് 31 മാർച്ചിന് മുമ്പേ പാസ്സായിക്കൊള്ളണം. ആയിട്ടില്ല എങ്കിൽ 1 ഏപ്രിലിന് ശേഷം 1 രൂപ ട്രഷറിയിൽ നിന്ന് ഡ്രോ ചെയ്യാനുള്ള അധികാരമില്ല. ഫൈനാൻഷ്യൽ ഇയർ എൻഡിന് മുമ്പേ ബഡ്ജറ്റ് പാസ്സാക്കണം. ബഡ്ജറ്റ് അവതരിപ്പിച്ച പോരാ, പാസ്സാക്കണം. അതെങ്ങനെ പാസ്സാക്കുക? ഇന്നലെ അവതരിപ്പിച്ചു, ഇനി ഡിസ്കഷൻ നടക്കും. അതിലെ ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ്സ്, അമെൻമെന്റ്, ഇതൊക്കെ നടന്ന് അവസാനം വോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് പാസ്സാക്കും. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് അപ്രൂവലിന് വേണം. അങ്ങനെ ബഡ്ജറ്റ് 31 മാർച്ചിന് മുമ്പേ എല്ലാം കഴിഞ്ഞു വരണം. എന്നാൽ മാത്രമേ 1 ഏപ്രിൽ മുതൽ പുതിയ ഫൈനാൻഷ്യൽ ഇയറിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോ ഇനി കൺക്ലൂഷൻ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഡൈമെൻഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഡിസിഷൻ, അതായത് അഡ്മിനിസ്ട്രേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഡിസിഷൻ മേക്കിംഗ്. പലർക്കും അത് ചില സമയത്ത് ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മാത്രം. പക്ഷെ ആ ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി, അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ചിലർ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ചിലവർക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ലഫ്റ്റനന്റ് ജനറലും മേജർ ജനറൽക്കും ചില സമയത്ത് ഇല്ലാത്ത കഴിവ് ഓർഡിനറി ജവാന് സാധിക്കും. അത് മറക്കരുത്. അപ്പൊ അതേ പ്രകാരം ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു അഡ്മിനിസ്ട്രേഷനിലെ വളരെ പ്രധാനപ്പെട്ട. റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, either in the corporate or in the government sector. Dimension, the field of administration, decision making is nothing but choosing alternatives from one or more alternative rationale. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഇവിടുന്ന് വാങ്ങാം, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങാം, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ കൊറിയയിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ USA നിന്ന് വേണോ, ജർമ്മനിയിൽ നിന്ന് വേണോ. അപ്പൊ ഏതാണ് ബെസ്റ്റ്? നിങ്ങളോ നമ്മൾ ഉദാഹരണം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡിസിഷൻ ടേക്കിംഗ്. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് മരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് മേടിക്കണോ, അതോ നമ്മുടെ ഇവിടെ തന്നെ ഫൈസറിന്റെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ പൂനെയിലോ, അല്ലെങ്കിൽ ഹൈദരാബാദിലോ, ഇതൊക്കെ ഉണ്ടാവും. അവസാനം അവർ ഡിസിഷൻ എടുത്തു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 കമ്പനിക്ക്, മാനുഫാക്ചറിംഗ് കമ്പനി കൊടുത്തു. ദേ ടുക്ക് എ ഡിസിഷൻ. സീ ദാറ്റ് ഇസ് ദ കറക്റ്റ് ഡിസിഷൻ ടേക്കൺ ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അവിടെ തന്നെ മാത്രമല്ല, പ്ലാന്റിൽ പോയി വിസിറ്റ് ചെയ്ത്, പൂനെയിലും ഹൈദരാബാദിലും പോയിട്ട് വിസിറ്റ് ചെയ്ത് ഇവർക്ക് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ, അവരുടെ ലാബ് ഉണ്ടോ,
എല്ലാ വിധത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഫാർമസ്യൂട്ടിക്കൽ WHO ഇതെല്ലാം ഉണ്ടോ എന്ന് പേഴ്സണലായിട്ട് പ്രധാനമന്ത്രി പോയി വിസിറ്റ് ചെയ്ത് അവസാനമാണ് അപ്രൂവൽ കൊടുത്ത മരുന്നുണ്ടാക്കാൻ. ആ മരുന്ന് പിന്നീട് WHO അപ്രൂവ് ചെയ്തു. ഓക്കെ, കോവിഷീൽഡ്, കോവാക്സിൻ, അതിനുശേഷം പിന്നീട് കോവാക്സിൻ. അങ്ങനെയാണ് ഇന്ത്യ പിന്നെ അതിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ കംപ്ലീറ്റ്. അതായത് പല കൺട്രിയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നു, അവരുടെ ജീവൻ പോലും നമ്മൾ സംരക്ഷിക്കുന്നു, നമ്മുടെ ജീവനും അതേ നമ്മൾ. ഇതൊക്കെയാണ് റൈറ്റ് ഡിസിഷൻ. ഓക്കെ, ഇതാണ് ഡിസിഷൻ. യൂണിറ്റ് നമ്പർ 6. ഇനി യൂണിറ്റ് നമ്പർ 7, സിസ്റ്റംസ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ്. അതായത് എന്താണത്? സിസ്റ്റംസ്, സോഷ്യോ സൈക്കോളജിക്കൽ, സാമൂഹ്യ ശാസ്ത്രം അപ്രോച്ച്. ഓക്കെ, അതായത് മോഡേൺ ഓർഗനൈസേഷനിൽ അതായത് ഗ്രോത്ത് ഇൻ സൈസ്, അതായത് ഓരോരോ കമ്പനികളും അതേമാതിരി ഗവൺമെന്റ് സ്ഥാപനം എല്ലാം വർദ്ധിച്ചു വരികയാണ്. നമുക്ക് പണ്ട് എത്ര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു? പണ്ട് 22, അത് കഴിഞ്ഞിട്ട് കുറേ 25, 26, 27, 28, യൂണിയൻ ടെറിട്ടറി 6, 7, ഇപ്പോൾ 9, എല്ലാം വികസിച്ച് വരികയാണ്. അപ്പൊ ഓർഗനൈസേഷൻ വളരെയധികം വലുതായി വരുന്നു. ഇപ്പോൾ നിങ്ങൾ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ഓൾസോ. ടാറ്റ എന്ന് ആലോചിച്ച് നോക്കൂ. ടാറ്റ, നമ്മുടെ അംബാനി ആയിക്കോട്ടെ, അഡാനി ആയിക്കോട്ടെ, പണ്ടെന്ന് ഇത്ര വികസിച്ച് ഓരോരോ കമ്പനികൾ വരികയാണ്. അതായത് സൈസ്. അപ്പൊ സൈസ് വർദ്ധിക്കുന്തോറും അതായത് ഇന്ത്യയിൽ പോപ്പുലേഷൻ ഉണ്ടാകുന്തോറും കോംപ്ലക്സിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ വളരെ ഗൗരവതരമായ വിധത്തിൽ നമ്മൾ നോക്കൂ. പോപ്പുലേഷൻ ഉണ്ട്, എന്താണ് നമ്മൾ ആലോചിക്കുന്നത്? അവർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഭക്ഷണം, സ്കൂള്, അതേമാതിരി ഷെൽട്ടർ, എല്ലാം, ജോലി, ഇതൊക്കെ വേണ്ടേ? അപ്പോൾ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബീറ്റ് ചൈന ഷോർട്ട്ലി ആസ് റിഗാർഡ് പോപ്പുലേഷൻ ഈസ് കൺസേൺ. 138 കോടിയായി മാറ്റി. ചൈന മറക്കരുത്, 142 കോടിയാണ്. അടുത്തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പോപ്പുലർ, ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള രാജ്യമായി ചൈനയെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യ വരും. അപ്പോൾ അതിൻ്റെതായ കോംപ്ലക്സിറ്റി, ബുദ്ധിമുട്ടുകൾ വരും ഇന്ത്യക്ക്. കാരണം ജനസംഖ്യ കൂടും, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടും, വീട് വേണം, വെള്ളം, എല്ലാം, പോപ്പുലേഷൻ, അതേമാതിരി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇതെല്ലാം വരും. ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, എംപ്ലോയ്മെന്റ്, ഇതൊക്കെ വരും. അപ്പോ ഇതാണ് സാമൂഹ്യ ശാസ്ത്രം അപ്രോച്ച്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്ന വെച്ചാൽ ഗ്രോത്ത് ഇൻ സൈസ്, ഓക്കെ, ദെൻ കോംപ്ലക്സിറ്റി, സ്കെയിൽ ഓഫ് ആക്ടിവിറ്റി, സ്കെയിൽ ഓഫ് ഓപ്പറേഷനും കൂടെ. അപ്പൊ നോക്കൂ എന്താണ് ഓപ്പറേഷൻസ്, ഓരോരോ ഏതെല്ലാം വിധത്തിൽ. ഇപ്പൊ നമ്മൾ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് മിലിറ്ററി. എന്താ ഓപ്പറേഷനിൽ അവർ ഏതെല്ലാം വിധത്തിലാണ് എല്ലാം നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ഭടന്മാരാണ്, അല്ലേ? ഈവൻ നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, എല്ലാം അവരാണ് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പം അവരുടെ എന്തെല്ലാം ഓപ്പറേഷണൽ ഇതാണ്. അതേമാതിരിയുള്ള പുതിയ നമ്മുടെ ആമിനേഷൻസും എക്യുപ്മെന്റ്സും പല കാര്യം നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അതേ പ്രകാരം എല്ലാ സെക്ടറിലും, ടെലികോം സെക്ടർ, IT സെക്ടർ, മറ്റുള്ള ഇത് എല്ലായിടത്തും നമ്മൾ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇന്ത്യ നേടിയിരിക്കുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ് കൺട്രി ആയിട്ട് ഇന്ത്യ പരിണമിച്ചിരിക്കുന്നു. ഏകദാനം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ GDP മേപ്പെട്ടു പോകുന്നു. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇന്നലത്തെ കണ്ടു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളത് ഒരു പക്ഷേ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് പരിണമിക്കും. ശ്രദ്ധിക്കണം, ഈസി അല്ലാതെ. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ജപ്പാൻ ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ മറക്കരുത് USA പോപ്പുലേഷനും സപ്പോസ് 10 കോടിയോ 20 കോടിയോ എന്തെങ്കിലും പോപ്പുലേഷൻ ഇന്ത്യയുടെ 138 കോടിയിലെത്തി. അപ്പോ എക്കണോമി, ഇവർക്കൊക്കെ ലിവിങ് കണ്ടീഷനൊക്കെ നമ്മൾ നന്നാക്കിയിട്ട് വേണം, വളരെ ഹാപ്പി ആയിട്ട് വേണം നമ്മൾ മേപ്പിട്ട് പോകാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഈ ഡെവലപ്ഡ് എന്ന് പറയാൻ. കാരണം പിന്നെ ജപ്പാൻ ഇറ്റ്സ് എ സ്മോൾ കൺട്രി. ജപ്പാൻ ഇസ് സ്മോൾ, ബട്ട് ഇന്ത്യ ഇസ് എ ബിഗ് കൺട്രി. അപ്പോൾ അത്ര എളുപ്പമല്ല. പിന്നെ അനവധി സ്റ്റേറ്റുകൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം. നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ പക്ഷെ
ഇന്ത്യ ഈസ് പ്രോഗ്രസിങ് വെൽ ആൻഡ് വി ആർ വെരി ലക്കി. നല്ല എഞ്ചിനീയർ, നല്ല ഹ്യൂമൻ റിസോഴ്സ്, ഹൈലി ടാലന്റഡ് ആയ ആളുകൾ, ഡെമോക്രാറ്റിക് സ്ട്രക്ചർ, ഫെഡറൽ സ്ട്രക്ചർ, ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് പരിണമിക്കുന്നു. നമ്മുടെ വെൽ ഓർഗനൈസ്ഡ്, നോക്കൂ, ഇലക്ഷൻ ആയിക്കോട്ടെ, 5 കൊല്ലത്തെ ഇലക്ഷൻ്റെ ഒരു വിധത്തിലും മാറ്റിവെക്കുന്നില്ല. കോവിഡ് സിറ്റുവേഷനിൽ പോലും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കിയോ. അപ്പോൾ അതാണ് കാരണം, ഡെമോക്രാറ്റിക് ട്രഡീഷനാണ് അത്, മനസ്സിലായില്ലേ. ഇനി ഓർഗനൈസേഷൻ എസ് എ സിസ്റ്റം. ഒരു ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിലാണ് ആ സ്ഥാപനം നിലനിൽക്കുക. അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് നിൽക്കുന്നു. പിന്നെ സോഷ്യോ സൈക്കോളജിക്കൽ, സാമൂഹ്യ ശാസ്ത്രം, അത് വരുന്നുണ്ട്. പിന്നെ മാസ്ലോ, അത് വരുന്നുണ്ട്. ഡഗ്ലസ് ഗഗ്രോ, അതും വരുന്നുണ്ട്. പിന്നെ അടുത്തത് 2 ഫാക്ടർ തിയറി, അതും വിശദീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജർ, അതേമാതിരി സക്സസ് ഓഫ് പ്രോഗ്രാംസ് വുഡ് ബി മോർ ഡിപ്പെൻഡ് ഓൺ ദ ഡൈനാമിക്സ് ഓഫ് ദ പീപ്പിൾ. ഈ സക്സസ്, മാനേജ്മെന്റിന്റെ സക്സസ് അവിടെ വർക്ക് ചെയ്യുന്ന ജനങ്ങളുടെ ഡൈനാമിസമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏത് വിധത്തിലാണോ അവരുടെ ലോയൽറ്റി, ഡെഡിക്കേഷൻ അനുസരിച്ചാണ് ആ കമ്പനിയുടെ പുരോഗമനം, മനസ്സിലായോ. അവരുടെ വാല്യൂ സിസ്റ്റം, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അത് വരുന്നുണ്ട്. പിന്നീട് തെറ്റ് ചെയ്താൽ പണിഷ് ചെയ്യുന്നത്, ഓക്കെ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, പിന്നെ നല്ല ജോലി ചെയ്താൽ അവർ റിവാർഡ് ചെയ്യുന്നത്, അത് വരുന്നുണ്ട് പിന്നീട് അപ്പോൾ പറയാം. പിന്നെ ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. എന്താ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്? അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനോട് നമ്മുടെ കടപ്പാട്, മനസ്സിലായില്ലേ. അതായത് മലയാളത്തിൽ പറയുന്നത് ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായില്ലെന്ന് വരും. കമ്പനി ഇഷ്ടമില്ലെങ്കിൽ കമ്പനി നിങ്ങൾക്ക് പോവാം, വേറെ കമ്പനി. പക്ഷേ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനി ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ല. കാരണം അവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബം പുലർത്തുന്നത്, അവിടെ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ അവർക്ക് ചില പരിധികളൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ ക്വാളിഫിക്കേഷൻ വേറെ ട്രൈ ചെയ്യാമല്ലോ. ഇന്ത്യ ഇസ് എ വെരി വെരി ബിഗ് കൺട്രി, വേറെവർ യു വാണ്ട് യു ക്യാൻ ഗോ ഓൾസോ. പക്ഷേ ലോയൽറ്റി ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ വേണം. പിന്നെ സിസ്റ്റം ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ച്, ഓവർവ്യൂ ഓർഗനൈസേഷൻ സിസ്റ്റം പറഞ്ഞു. മാസ്ലോന്റെ വരുന്നുണ്ട് അടുത്ത്. ഇനി സിസ്റ്റം ഓഫ് വ്യൂസ് ഓഫ് ക്രിസ്റ്റർ ബെർണാഡിന്റെ അക്കോർഡിംഗ് ടു ബെർണാഡ്, initial existence of structure depends upon 3 elements. ഒന്ന്, കോൺട്രിബ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം. ഒരു കമ്പനിയിലെ കോപ്പറേറ്റീവ് എല്ലാവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്, സഹകരണം. പിന്നെ രണ്ടാമത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ. ഓപ്പറേഷൻ്റെ എല്ലാവരും കൂടി അസംബ്ലി എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഇത് വേണമല്ലോ, ഒബ്ജക്റ്റീവ്സ് വേണമല്ലോ, എന്തിനു വേണ്ടി എല്ലാവരും കൂടി സഹകരിക്കുന്നു. ഓക്കെ, അടുത്തത് പിന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എല്ലാവിധ പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉണ്ടാകുന്നത്. ടോപ്പ് ടു ബോട്ടം ടു ടോപ്പ്, in a horizontal way, communication should flow properly. കമ്മ്യൂണിക്കേഷൻ, ഒരു വീടായിക്കോട്ടെ, ഓഫീസായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഫ്ലോ ലൈക്ക് എ റിവർ. അതേമാതിരി, അതായത് റിവർ എന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ടോപ്പിലിരിക്കുന്ന ആളുകളെ താഴെയുള്ള ആൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതായത് താഴെ ലെവൽ, അതിൻ്റെ താഴെ. അതേ പ്രകാരം താഴെയുള്ള പ്രോബ്ലം, ടെക്നീഷ്യന്റെ പ്രോബ്ലം സൂപ്പർവൈസറുടെ പ്രോബ്ലം ഓഫീസറുടെ പ്രോബ്ലം, അങ്ങനെ മേപ്പിട്ട് പോകും. അപ്പോൾ there should be a vertical and horizontal, downward upward, കേട്ടോ, ഡൗൺവേർഡ് അപ്വേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്നാണ് എല്ലാ പ്രോബ്ലംസും, ഫാമിലിയിലായിക്കോട്ടെ, ഓർഗനൈസേഷൻ, അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. എല്ലാം കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഫ്ലോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, കമ്പനി, നമ്മുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, പലതും നമ്മൾ ഒളിച്ചു വയ്ക്കും. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വരില്ല. അതേമാതിരി നത്തിങ് ഈസ് സീക്രട്ട് ഇൻ ദ ഓർഗനൈസേഷൻ. ലെറ്റ് ദം ഡിസ്കസ്. എന്തെങ്കിലും പേഴ്സണൽ പോളിസിയോ എന്തെങ്കിലും എടുക്കണം, എംപ്ലോയീസിനോട് കൂടി ഡിസ്കസ് ചെയ്താൽ ദേ കൻ ഇംപ്ലിമെന്റ് പ്രോപ്പർലി. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല വിചാരിക്കുക, ചിലപ്പോൾ എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് ചില കാര്യങ്ങളുണ്ട്, ചെസ്റ്റർ ബെർണാഡ് പറഞ്ഞതാണ്. പിന്നെ ഈക്വലിബ്രം പറഞ്ഞ സന്തുലിതാവസ്ഥ, ഈക്വൽ ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി സോൺ ആൻഡ് ഇൻഡിഫറൻസ് പറഞ്ഞ നിസ്സംഗത. ഓക്കെ,
ദ ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. പിന്നെ എക്സിക്യൂട്ടീവ്സ് അവനവൻ്റെ കടമ ചെയ്യണം. എക്സിക്യൂട്ടീവ്സ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ താഴെ ലെവലിലുള്ള ആളുകൾക്ക് കൊടുത്ത് അയാൾ ഇത് ചെയ്തത്. ഇനി മാസ്ലോവിൻ്റെ തിയറി അന്ന് ഞാൻ പറയുന്നതാണ്. ജനങ്ങൾക്ക് അത്യാവശ്യമായുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, ഇതിനൊക്കെ ഡിസിഷൻ എടുക്കണം നമ്മുടെ കോർപ്പറേറ്റും ഗവൺമെൻറ്റും ഒക്കെ. എല്ലാ ഗവൺമെൻറ്റിലും വേണം, എല്ലാ പ്രൈവറ്റ് കമ്പനി നിങ്ങളോ. ബേസിക് ആയിട്ട് മനുഷ്യന് എന്താ വേണ്ടത്? ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണ്? അത്യാവശ്യമായ കാര്യങ്ങൾ. അതായത് വായു, വെള്ളം, ഭക്ഷണം, ഹങ്കർ, കണ്ടോ, സ്ലീപ്പ്, ഉറക്കം വേണം. ഫിസിയോളജിക്കൽ നീഡ്, വീട്, വായു, വെള്ളം, ഭക്ഷണം, ഷെൽട്ടർ, ഇതൊക്കെയാണ് ആദ്യത്തെ. രണ്ടാമത്തെ നീഡ് ഫോർ സേഫ്റ്റി പറഞ്ഞാൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, ഫ്രീഡം. അതായത് നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണം. അതായത് എന്താ സെക്യൂരിറ്റി? മറ്റുള്ളവരിൽ നിന്ന് രക്ഷ, അതായത് നല്ല ഒരു അന്തരീക്ഷം, അതാണ് പറയുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് പാലസ്തീനിലാണെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടോ? എപ്പോഴാ വന്ന് മിസൈൽ വരണം എന്നറിയില്ല. അതേ പ്രകാരം നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അവിടെ സെക്യൂരിറ്റി വേണം. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു സുരക്ഷിതമായ ഒരു പ്രശ്നമില്ലാത്ത. പിന്നെ സ്റ്റെബിലിറ്റി, ഫ്രീഡം, സ്വാതന്ത്ര്യം, ഫ്രം ഫിയർ, പേടി പാടില്ല. നോക്കൂ, അതിന് ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നോർത്ത് കൊറിയയില് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഗവൺമെന്റ് ഏജൻസിയായിട്ടോ ചൈനയിലോ പറ്റുമോ? എന്തായിരിക്കും സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. അപ്പോ സ്വാതന്ത്ര്യം വേണം, പേടി പാടില്ല. നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, യു ക്യാൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമുക്ക് എന്ത് വേണമെച്ചാലും ഇപ്പം മീഡിയ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ മറ്റുള്ളവർക്ക് ഇതേമാതിരിയുള്ള ഫ്രീഡം ഇല്ല. ഇന്ത്യ ഈസ് റിയലി വെരി മാർവലസ്. നല്ല ഇതാണ് നമ്മുടെ. കാരണം എല്ലാവരും ഫ്രീഡം ഉണ്ട്, എവിടെ വേണമെങ്കിലും പോവാം, ഏത് മതം സ്വീകരിക്കാം, ഏത് കാസ്റ്റ്, ക്രീഡ് എല്ലാം ആയിക്കോട്ടെ. പല ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഓക്കെ. അടുത്ത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഗിവിങ് ആൻഡ് റിസീവിങ് അഫെക്ഷൻ. അറിയാലോ, സ്നേഹം, എല്ലാവരും ഒരുമിച്ച്, എല്ലാം ഒന്നാണ്, നീ വേറെ ഞാൻ വേറെ, അല്ലെങ്കിൽ ആ മതം ഈ മതം, അതൊന്നും ഇല്ല. ഇന്ത്യയിലെ എല്ലാം ഒറ്റ തന്നെ കണക്ക് തന്നെ. മനസ്സിലായില്ലേ? ഗിവിങ് ആൻഡ് റിസീവിങ് അഫെക്ഷൻ, അതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്. ഗിവിങ് ആൻഡ് റിസീവിങ് അഫെക്ഷൻ. ദെൻ അടുത്തത് എസ്റ്റീംഡ് നീഡ്സ്, അതായത് നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള സ്ഥാനം, അതായത് അച്ചീവ്മെന്റ്. നിങ്ങൾ എന്താ അച്ചീവ് ചെയ്തത് നോക്കുള്ളൂ. ഇപ്പൊ ഇന്നലെ നമ്മുടെ ശ്രീജേഷ്, ഹോക്കി ക്യാപ്റ്റൻ, ലോകത്തിലെ ബെസ്റ്റ് അത്ലറ്റിക്കായിട്ട് നോക്കൂ, അച്ചീവ്മെന്റ് കണ്ടോ? അവന്റെ എസ്റ്റീം കണ്ടോ? അയാളുടെ റെക്കഗ്നീഷൻ കണ്ടോ? ധ്യാൻചന്ദ് അവാർഡ്, പിന്നെ സോ മെനി അതർ അവാർഡ് ഹി ഗോട്ട്. അത് റെക്കഗ്നീഷൻ ആണ്, ഡിഗ്നിറ്റി. ഞാൻ പറയുന്നത് അയാളുടെ കാര്യം മാത്രമല്ല. അതേമാതിരി നിങ്ങൾ എന്തെങ്കിലും വലിയ ജനറൽ മാനേജറായി, ഇല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറായി, ഇല്ലെങ്കിൽ എൻ്റെ മകൻ അതാണ്, അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് കേണലാണ്, മറ്റേതാണ്, മാനേജറാണ് എന്നൊക്കെ പറയുന്നില്ലേ, ഒരു സ്റ്റാറ്റസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ മകൻ അഡ്വക്കേറ്റ് ആണ്, ഡോക്ടറാണ്, അത് സൊസൈറ്റിയിൽ ഒരു സ്ഥാനം, അതാ എസ്റ്റീം. പിന്നെ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് സ്വയം യാഥാർത്ഥ്യമാക്കൽ. നിങ്ങൾ എന്ത് ഐ വാണ്ട് ടു ബിക്കം എൻ IAS ഓഫീസർ, ഐ വാണ്ട് ടു ബിക്കം IPS ഓഫീസർ, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. നോക്കൂ, നിങ്ങളുടെ ഉദ്ദേശം അതാണ്. IAS ഓഫീസർ പറഞ്ഞാൽ അതിനു മുമ്പ് നിങ്ങൾ പ്രയത്നിക്കണമല്ലോ. അപ്പൊ അതേമാതിരി ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏതിലായിക്കോട്ടെ, അത് അറ്റൈൻ ചെയ്യുന്നത് വരെ നിങ്ങളുടെ വളരെയധികം അധ്വാനം ആവശ്യമാണ്. ഓക്കെ. ഇനി ഡഗ്ലസ് മൈഗ്രകൾ തിയറി എക്സ് ആൻഡ് വൈ. ഡഗ്ലസ്, അതായത് അത് XYന്റെ കാര്യം ഞാൻ പറയാം, സിമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് യെസ്, ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ, ഹെസ്ബർഗ് അല്ലേ? ഓക്കെ, യെസ്, സോറി, ഓക്കെ. ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. Now, McGregor believed that as companies become more competitive because of the technological advancement, the success of organization would be more dependent on the dynamic of the people. Okay. അപ്പോൾ കോമ്പറ്റീറ്റീവ് ബിക്കോസ് ഓഫ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ് വുഡ് ബി മോർ ഡിപ്പെൻഡ്. നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് സക്സസ് ആവൂ. പ്രവർത്തന രീതി മനസ്സിലായില്ലേ? അതായത് അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ലോയൽറ്റിയും ഡൈനാമിസമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉദാഹരണമായി
1976 ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആരംഭിക്കും 3 പേര് 4 പേരുണ്ടായിരുന്നു. ഐ വാസ് നോയിങ് ദാറ്റ് വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. 3 പേരുണ്ടായിരുന്നു. ഇന്ന് എത്ര അറിയാമോ? 4 ലക്ഷം. They have become number 1 in the country. Best IT company in the country. In 1976, only 3% was 3 or 4 persons were working. You know, so now where they have reached. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, വർക്കിംഗ് എൻവയോൺമെന്റ്, അവരുടെ സാലറി സ്ട്രക്ചർ, ഡൈനാമിസം, ഇതൊക്കെയാണ്. മെഗ്രഗർ ബിലീവ്ഡ് ദാറ്റ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ ഹ്യൂമൻ. ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരാണ് അവിഭാജ്യ ഘടകം. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി നിലനിർത്തുന്നത് എന്ന് ഓർമ്മിക്കണം. നിങ്ങളുടെ പ്രോഫിറ്റ് അവർക്കും ഷെയർ ചെയ്യണം. വെൻ യു ആർ മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്, യു ടു ഷെയർ വിത്ത് ദം ഓൾസോ. ഹ്യൂമൻ സൈഡ് ആയിട്ട് നമ്മളിപ്പോൾ എന്താണ് എല്ലാ അവരുടെ കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആവണം. അതേമാതിരി ഇൻസെൻറ്റീവ്, മാതിരി മോട്ടിവേഷൻ ഇതെല്ലാം കൊടുക്കണം. അതേമാതിരി പിന്നെ ലീഡർഷിപ്പ് വളരെ നല്ലതായിരിക്കണം. ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ഫോർ ദ സക്സസ് ഓഫ് എ ഓർഗനൈസേഷൻ. നോക്കൂ, ഏതെങ്കിലും വിധത്തിൽ ഒരു മാനേജിങ് ഡയറക്ടർ നമ്മുടെ ഇപ്പോൾ ഇൻഫോസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികൾ, പല പല കമ്പനികളുണ്ട്, നീക്കുള്ളൂ ഷിപ്പ് യാർഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും നീക്കുള്ളൂ, ഹൈലി പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. അവിടെ പൊളിറ്റിക്സിലെ യാതൊന്നുമില്ല, ഡൈനാമിസം അവിടെ നോക്കില്ല. അവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവിടെ. സി ദ റിസൾട്ട്. അൾട്ടിമേറ്റ്ലി എന്താണ് റിസൾട്ട് നോക്കൂ, എവിടെ എത്തുന്നു അവർ. ആൾറെഡി വളരെയധികം നമ്മൾ ലോകത്തിൽ തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന ഓരോരോ ഇതാണ്. അതേമാതിരി ഈ ടേക്ക് ദ എക്സാമ്പിൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO. പണ്ട് എന്തായിരുന്നു, ഇന്ന് എന്തായിരുന്നു? പണ്ട് സൈക്കിളിലാണ് റോക്കറ്റ്. അബ്ദുൽ കലാം ഒരു കാലത്ത് എത്രയോ 1960 ആ പീരീഡിലൊക്കെ സൈക്കിളിലാണ് റോക്കറ്റ് കൊണ്ടുവരുന്ന ഒരു കാലം, ട്രിവാൻഡ്രം. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ത്യ ഹാസ് ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. സ്പേസ് സയൻസിന്റെ ഇത് നമ്മുടെ എത്രയോ ലോഞ്ചിങ് നമ്മൾ നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇതിന് നമ്മുടെ സബോർഡിനേറ്റും ഓർഗനൈസേഷണൽ കമ്മിറ്റ് എന്താണ് സ്ഥിതി? എന്താ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്? അങ്ങോട്ട് പോകുന്നതിന് ടൈമുണ്ട്, ഇങ്ങോട്ട് വരുന്നതിന് ചില സമയത്ത് ടൈമില്ല സയന്റിസ്റ്റുകളുടെ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവർ ജോലി ചെയ്യേണ്ടി വരും. അത് കാരണം എന്താ അറിയോ, നോബഡി ഈസ് കമ്പലിംഗ് ദം. ഹലോ, റിമെമ്പർ, നോബഡി ഈസ് പ്രഷറൈസിംഗ് ദം, ബട്ട് ദേ ദംസെൽഫ് ദേ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദർ ഡ്യൂട്ടി. അപ്പൊ അതാണ് ഇവിടെ മെഗ്രഗർ പറയുന്നത്. ഓക്കെ, നോ ഹെർസ്ബർഗർ 2 ഫാക്ടർ തിയറി. ഇവിടെ എന്താ പറയുന്നത് അറിയോ? ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുചിത്വം, ജനങ്ങളുടെ സംതൃപ്തി എങ്ങനെ എന്തെങ്കിലും ഓരോ സംതൃപ്തി ഉണ്ടെങ്കിലല്ലേ ജോലി നമ്മുടെ ഇത് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഇതാകണ്ടുള്ളൂ. ഹെർസ്ബർഗ് പറയുന്ന 2 ഫാക്ടർ തിയറി, 2 കാര്യം. ഒന്ന്, ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഹൈജീൻ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. അതായത് ഹൈജീൻ ഫാക്ടർ പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ. ഒന്ന്, കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ നല്ലതല്ല എങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവും. കമ്പനി പോളിസി നല്ലതല്ലെങ്കിൽ ജനങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ തൃപ്തി ഉണ്ടാവില്ല. അവിടെ അതൊരു ഫാക്ടറാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ കാര്യം, സൂപ്പർവിഷൻ മോശമായി എന്ന് വിചാരിക്കുക. നല്ല സൂപ്പർവൈസർ അല്ല, എപ്പോഴും മറ്റുള്ളവരെ ഹരസ് ചെയ്യാണ്. അപ്പൊ വർക്കിംഗ് എൻവയോൺമെന്റ് പ്രോപ്പർ അല്ല എങ്കിലും പ്രോബ്ലം വരും, ആളുകൾ ആ കമ്പനി വിടും. അടുത്തത്, സാലറി ശരിയല്ല എന്നെങ്കിൽ എഗെയിൻ കമ്പനി വിടും. അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. സാലറി ഇല്ല എങ്കിൽ അവിടെ ജോലി ചെയ്യൂ. അപ്പോൾ കാരണം അവരുടെ കുടുംബത്തിനെ നോക്കണം. അപ്പൊ അതുകൊണ്ട് സാലറി അത്യാവശ്യമാണ്. അപ്പൊ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ടത് ഇന്റർപേഴ്സണൽ റിലേഷൻ. നോക്കൂ, ഗവൺമെന്റിൽ നോക്കൂ, എവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻസ്? നമ്മുടെ എംപ്ലോയീസിന് അവർ ജോലി ചെയ്യുന്നു, അവർ പോകുന്നു, എന്ത് ഇന്റർപേഴ്സണലാണ്? അടുത്തുള്ളവരോട് പോലും സംസാരിക്കില്ല, ഈഗോ ക്ലാഷ്, ഇങ്ങനെയുള്ള. മനസ്സിൽ ഞാൻ അണ്ടർ സെക്രട്ടറിയാണ്, മറ്റേ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്, ഇല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ആണ്, ആ ഈഗോയിസ്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ അത് പറ്റില്ല. ഇന്റർപേഴ്സണൽ റിലേഷൻ. സോ ഞാൻ എന്താണ് പറയുന്നത്, സപ്പോസ് ഇന്റർപേഴ്സണൽ റിലേഷൻ ഇല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, തൃപ്തി ഉണ്ടാവില്ല, ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. എങ്ങനെ അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. കാരണം അയ്യോ ഇവരൊക്കെ ആയിട്ട് എങ്ങനെ ഫേസ് ചെയ്യാം, മുഖം നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള അത് പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, വർക്കിംഗ് കണ്ടീഷൻ. 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന 10 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞു. റെസ്റ്റ് ഇല്ല, ഓവർ ടൈം ഇല്ല, ഹോളിഡേയ്സ് ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല,
അങ്ങനെ പിന്നെ അതേമാതിരി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, യൂറിനൽസ് ഇല്ല, റെസ്റ്റ് റൂം ഇല്ല, ക്യാൻറ്റീൻ ഇല്ല. വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെ ശരിയാവുക? ലൈറ്റിംഗ് ഇല്ല പ്രോപ്പറായിട്ട്. അങ്ങനെ സ്ലിപ്പറി നമ്മുടെ ഷെയർ കേസ്, ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ മോശമായിട്ട് പരിണമിക്കും. ഇത് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി അടുത്ത് വരുന്നു മോട്ടിവേഷൻ. രണ്ടാമത്തെ മോട്ടിവേഷൻ എന്താണ്? നിങ്ങളുടെ അച്ചീവ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യുക, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ റെക്കഗ്നൈസ്. അതിനാണ് മെറിറ്റോറിയസ് സർവീസ് അവാർഡ് എന്നൊക്കെ കൊടുക്കുന്നത്. ബെസ്റ്റ് എംപ്ലോയി അവാർഡ്, മന്ത്ലി അവാർഡ്, ഇയർലി അവാർഡ്, അല്ലെങ്കിൽ ക്യാഷ് അവാർഡ്. പിന്നെ മാത്രമല്ല വർക്ക് ഇറ്റ്സെൽഫ് ഉത്തരവാദിത്തപ്പെട്ട ജോലി അവർക്ക് കൊടുക്കുക. അതുമാതിരി അഡ്വാൻസ്മെന്റും. അപ്പോൾ മാത്രമല്ല അവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെയധികം മറ്റുള്ളവരെ മുൻനിരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ യെസ്, ഓർഗനൈസേഷൻ ഗ്രോ ഇൻ നമ്പേഴ്സ്, സൈസ് ആൻഡ് ആക്ടിവിറ്റീസ്, ദി നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് their കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആൻഡ് ത്രെട്ടൻ എഫിഷ്യന്റ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷൻ വളരുമ്പോൾ അവിടെ പിന്നെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. കാരണം ചെറിയ കാര്യങ്ങളല്ലല്ലോ, വലിയ വലിയ കമ്പനികളും വലിയ വലിയ മിനിസ്ട്രീസ്, വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇല്ലേ. എത്രയോ, ടേക്ക് ദി എക്സാമ്പിൾ റെയിൽവേ, 8 ലക്ഷം 9 ലക്ഷം ആളുകളെ വർക്ക് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച്, എത്ര സോണ്, മനസ്സിലായില്ലേ? ഈ നമ്മുടെ എത്ര പിന്നെ ഇത് അവരുടെ പിന്നെ ഡിഫറെന്റ് യുനോ വിഭാഗങ്ങൾ ഓരോന്ന്. പക്ഷേ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്, ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെയാണ്. എത്ര വണ്ടികളാണ് ഓടുന്നത്. അതേമാതിരി നമ്മുടെ റെയിൽവേയുടെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ജനങ്ങളെ, അതാണ് ഇന്ത്യ. നമ്മുടെ റെയിൽവേ സിസ്റ്റമാണ് ഇന്ത്യ. കാശ്മീർ ടു കന്യാകുമാരി ഒരു ട്രെയിനാണ്, പക്ഷെ അതിൽ ട്രാവൽ ചെയ്യുന്ന എത്ര സ്റ്റേറ്റിലത്തെ ആളുകളാണ് നോക്കും. അതാണ് ഇന്ത്യ. എത്ര ഭാഷയാണ് സംസാരിക്കുന്ന ഒരു ട്രെയിനിലിരിക്കുന്ന ആള്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, UP, ഹരിയാന വരുന്നുണ്ട് അതിൻ്റെ പാർട്ടില്, മധ്യപ്രദേശ്, അതേമാതിരി ഉത്തർപ്രദേശ്, നാഗ്പൂർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, ദെൻ കേരള. ഓക്കെ, സോ ദ ട്രെയിൻ ആണ് ഏറ്റവും നമ്മുടെ ഒരു ഇന്ത്യയുടെ യൂണിറ്റി, അതിൻ്റെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റീസ് കൂടുന്നു. അപ്പോൾ ഓക്കെ, ദെൻ അനദർ തിങ് ഈസ് നമ്പർ ഓഫ് പ്രോബ്ലംസ് കൂടുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സൈസ് കൂടുമ്പോൾ പ്രോബ്ലംസ് കൂടും, പോപ്പുലേഷൻ കൂടുമ്പോൾ ഇത് കൂടും, പിന്നെ കോംപ്ലക്സിറ്റി കൂടുന്നു, പിന്നെ എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ് അത്യാവശ്യം എല്ലായിടത്തും. അതേമാതിരി നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, വളരെ ഇതായിക്കോട്ടെ, അവരൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഇത് വേണം. പിന്നെ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച് ഹാസ് ഡെൽറ്റ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് ബിഹേവിയറൽ സയൻസ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആവരുത്. കാരണം നമ്മൾ എപ്പോഴും ഒരു വിൽ പവർ ടു ഹാൻഡിൽ ദ ജോബ്. ഏത് ജോബും ചാലഞ്ചിങ് ജോബ് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം, റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അല്ലാണ്ട് ഈസി ജോബ് അല്ല. അത്തരത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് വന്നാൽ മാത്രമേ നമ്മുടെ പുരോഗതി ഉണ്ടാവൂ. റൂട്ടീൻ ജോബ് ചെയ്താൽ പുരോഗതി ഉണ്ടാവില്ല. ചാലഞ്ചിങ് ജോബ് നമ്മൾ എടുക്കാൻ തയ്യാറാവണം. അത് ഗവൺമെന്റിലായിക്കോട്ടെ, കോർപ്പറേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? സോ വെൻ യു ട്രൈ ടു ഹാൻഡിൽ ചാലഞ്ചിങ് ജോബ്, ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, കമ്പനി കൺസിഡർ ചെയ്യും. നേരെ മറിച്ച് ചാലഞ്ച് എടുത്തിട്ടില്ല വിചാരിക്കുക, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഓഫീസർ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. ദെൻ വേറൊരു കാര്യം, ഹ്യൂമൻ സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ പറഞ്ഞ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പ്രധാനം. അല്ലാണ്ട് ബിൽഡിംഗ് അല്ല, അതിൽ മറ്റുള്ള ഫണ്ടല്ല, റോ മെറ്റീരിയൽ അല്ല, ഒന്നും. അതൊക്കെ വേണം, പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പരമപ്രധാനം. സോ ഇറ്റ് ഈസ് കോൺട്രറി ടു ദ ട്രഡീഷണൽ വ്യൂ ഓഫ് ട്രീറ്റിംഗ് പീപ്പിൾ ആസ് എ കോക്സ് ഇൻ മെഷീൻ. അതായത് ചക്രം, അതായത് ഉണ്ടല്ലോ, അത് ജനങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, മറ്റുള്ളതായിക്കോട്ടെ, അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നോ കോക്സ് ഇൻ മെഷീൻ, അതായത് ആ വീല് ഓടിക്കുന്നതാണ് മനുഷ്യര്. അപ്പോൾ നമ്മള് ഏത് വിധത്തിലായിക്കോട്ടെ, റോബോട്ടിക് ഇതെല്ലാം ഉണ്ട്, റോബോട്ട്സും മറ്റെല്ലാം. പക്ഷെ ആൾവേസ് റിമെമ്പർ there is man behind every machine. Man behind every machine. So
ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് വിച്ച് വി ഹവ് ടു. ഓർഗനൈസേഷൻ എപ്പോഴും വളരണം എന്ന് വെച്ചാൽ അതിലുള്ള സ്കിൽഡ് ലേബേഴ്സ് അത്യാവശ്യമാണ്. ഡിസിഷൻ ടേക്കിങ് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതേ പ്രകാരം നെഗോഷിയേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതെല്ലാം പരമപ്രധാനമാണ്. അത് മാത്രമേ നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ അത്യാവശ്യമാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലീഡർഷിപ്പ് ക്വാളിറ്റി അതായത് നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒപ്പം കൊണ്ട് നടക്കാനുള്ള ഇതും വേണം. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ആൻഡ് ലോയൽറ്റി ആൻഡ് dedication towards the organization is also and one of the important aspects. So organization always we to treat that you should grow, the organization will grow. When organization is growing, yes, you can also grow. Namaste.